ഇന്നത്തെ ദിവസം ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയായിരുന്നു. രാവിലെ തന്നെ ഞങ്ങളുടെ ലിയോയെ എന്തോ കടിച്ചിട്ട് മുഖത്തിന്റെ ഒരു സൈഡ് ഫുള്ള് നീരായി. പെട്ടെന്ന് തന്നെ കാണിച്ചില്ലെങ്കിൽ പണ്ട് എന്റെ റോസിക്ക് പറ്റിയ അവസ്ഥയാവും. ഞങ്ങളുടെ നാട്ടിലെ സർക്കാർ വെറ്ററിനറി ഹോസ്പിറ്റലിനെ അനുഭവം കൊണ്ട് അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു. അവനെ ഇങ്ങനെ കൊണ്ടിരുത്തുന്നതും ട്രിപ്പ് ഇടുന്നതും ഒക്കെ ആദ്യമായിട്ടായതുകൊണ്ട് ആള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രിപ്പെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആള് കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങി. എന്നാലും കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പോയിസൺ എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ. ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ട് സ്റ്റൗ അടുപ്പിന്റെ അവസ്ഥ കുറച്ച് ദയനീയമായതുകൊണ്ട് അതൊന്ന് മാറ്റി വാങ്ങാനായിട്ട് ഞാൻ കടയിലേക്ക് പോയി. അങ്ങനെ അവിടെ നിന്ന് വീട്ടിലടുപ്പിന് പറ്റിയ നല്ലൊരു കുപ്പായം നോക്കി തന്നെ വാങ്ങി. അങ്ങനെ അതെല്ലാം വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല വെയിൽ. ഈ പൊള്ളുന്ന വെയിലില് നല്ല തണുത്തൊരു സോഡ നാരങ്ങ കുടിക്കാനായിട്ട് തോന്നി. അങ്ങനെ വീട്ടിലെത്തി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് വീട്ടിലെ സ്റ്റൗ അടുപ്പിനെ നല്ല ഉടുപ്പിട്ട് സുന്ദരിയാക്കണം. അങ്ങനെ അടുപ്പിനെ സുന്ദരിയാക്കി കടയിൽ നിന്ന് വാങ്ങിയ സോഡയും നാരങ്ങയും കൂടി ചേർത്ത് സോഡ നാരങ്ങ ഉണ്ടാക്കാൻ കരുതി. ഈ ഒരു കത്തി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഈ ഒരു കത്തി 3 ചേർന്ന ഒരു കോംബോ ആയിട്ടാണ് വാങ്ങിയത്. നല്ല അഫോർഡബിൾ പ്രൈസ് ആയ ഈ ഒരു കത്തിയുടെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇനി സോഡ നാരങ്ങ ഉണ്ടാക്കാം. അങ്ങനെ ഒന്നും നോക്കിയില്ല, 2 ഗ്ലാസ് എടുത്ത് ഒരു നാരങ്ങ 2ആയി കട്ട് ചെയ്ത് 2ലും അങ്ങ് പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പഞ്ചാരം ചേർത്ത്, പൊടിക്കാത്ത പഞ്ചാര ആയതുകൊണ്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം. അതിനിടയിൽ പൊന്ന് വീട്ടിലിരുന്ന കുറച്ച് കസ്കസും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോ ബാക്കിയുള്ള കഥ ഇനി കണ്ടു തന്നെ അറിയണം. ഒന്നുമില്ല, ഗ്യാസ് ഒന്നുമില്ല. അങ്ങനെ പതഞ്ഞു കയറുന്ന സോഡ ഒഴിക്കാനുള്ള ആഗ്രഹത്തില് രണ്ടുപേർക്കും മില്ലി അളന്ന് പൊന്നു തന്നെ സോഡ ഒഴിച്ചു. സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുടിച്ച് കുറച്ച് അമ്മയ്ക്കും കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്.